നമസ്കാരം. ചൂല് സ്ഥാനം തെറ്റിയാൽ മുടിയും. ചില വീടുകളിൽ ചെന്ന് നോക്കുമ്പോൾ അടിച്ചു വാരുന്ന ചൂല് തേഞ്ഞ് ഇല്ലാണ്ടായിട്ടുണ്ടാവും. ഇത്തിരി ഉണ്ടാവുള്ളൊരു കഷ്ണം. ആ ചൂല് വെച്ച് കഷ്ടപ്പാട് കാരണം ആ ചൂല് വെച്ച് അടിച്ചുകൊണ്ടിരിക്കും. തേഞ്ഞ് ഇല്ലാതാവുന്ന ചൂല് നമ്മൾ വീണ്ടും അതേപടി തന്നെ ഉപയോഗിക്കാതെ അത് വളരെ സൂക്ഷ്മമായിട്ട്, വളരെ ഭക്തിയോടുകൂടി, വളരെ വിശ്വാസത്തോടുകൂടി അടിക്കുന്ന ചൂല് മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അത് തേഞ്ഞു കഴിഞ്ഞ് ഇല്ലാതെയാവുമ്പോൾ അതിനെ നമ്മൾ വളരെ ഭയഭക്തിയോടുകൂടി തന്നെ അതിനെ കൊണ്ടിട്ട് എവിടെയെങ്കിലും നശിപ്പിക്കുക, വലിച്ചെറിഞ്ഞ് കളയാതെ എവിടെയെങ്കിലും നശിപ്പിക്കാം. ചൂല് സ്ഥാനം തെറ്റിയാൽ ധനനഷ്ടം, കുടുംബത്തിൽ പല ആപത്തുകള്, സ്വസ്ഥത കുറവ്, കുടുംബത്തില് അംഗങ്ങൾ തമ്മിൽ കലഹങ്ങൾ, വഴക്ക്, ഇതൊക്കെ സംഭവിക്കാം. പല അനർത്ഥങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇത്തരത്തിലുള്ള നിസാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. വടക്ക് കിഴക്ക് മൂലയില് ഒരിക്കലും ചൂല് സൂക്ഷിക്കാൻ പാടുള്ളതല്ല. കന്നിമൂല, അഗ്നിമൂല, തെക്കേ കിഴക്കേ മൂല, ഇവിടെ ഒന്നും നമ്മൾ ചൂല് വയ്ക്കാൻ പാടില്ല. വീട്ടിലെ കോണിപ്പടിയുടെ അടിയിൽ ഉപയോഗശൂന്യമായ വസ്തുക്കളോ ചൂലോ വയ്ക്കാൻ പാടില്ല. കോണിപ്പടിയുടെ അടിയിലൊക്കെ ചിലവർ കണ്ടിട്ടുണ്ട്, കണ്ട കച്ചറ പിച്ചറ വാഹനം മൊത്തം വാരിയിടും. ഉപയോഗിക്കാത്ത സാധനങ്ങൾ വീട്ടിൽ നെഗറ്റീവ് ഊർജ്ജം കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഉപയോഗിക്കാത്ത സാധനങ്ങൾ, ഇലക്ട്രോണിക് യന്ത്രങ്ങളാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും അത് മാറ്റിക്കളയാം. പഴയ ചൂല് സൂക്ഷ്മതയോടെ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയൊരു ചൂല് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഉടനെ ഉപയോഗിക്കാതെ കുറച്ച് വെള്ളം തെളിച്ച് ശുദ്ധമാക്കിയതിന് ശേഷം അത് ഉപയോഗിക്കാം. ചിത്തിര, തൃക്കേട്ട, പൂരാടം, ഭരണി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം, കറുത്ത വാവ് ദിവസമൊക്കെ ചൂല് വാങ്ങി ഉപയോഗിക്കാതിരിക്കുക. അന്ന് ചൂല് വാങ്ങാതിരിക്കുക. ചൂലന്ന് വാങ്ങിയാൽ തന്നെ അന്ന് വാങ്ങാതിരിക്കുക. വാങ്ങിയ ചൂലുണ്ടെങ്കിൽ അന്നേ ദിവസം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇങ്ങനെ കൊച്ചു കൊച്ചു നിസാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.